ഇവിടെ പേനെങ്ങാനും നന്നാക്കണ വല്ല കടയുണ്ട്? വലിയ കടയുണ്ട്. എവിടെയാ? പേന നന്നാക്കാനും വാങ്ങാനും ഒക്കെ ഉണ്ട്. പുതിയതായിട്ട് മേടിച്ച പേന ചേട്ടാ, തെളിയണില്ല. സാധാരണ പേനയുടെ മഷി തീർന്ന നമ്മളെല്ലാവരും ഒരു പുതിയ പേന മേടിക്കും, പഴയത് കളയും അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ പേന ഒരു കടയിൽ നിന്ന് ശരിയാക്കി. അബ്ദുൽ കലാമിന്റെ മുതൽ രാജീവ് ഗാന്ധിയുടെ വരെ പേന ശരിയാക്കിയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിലെ നാസറേട്ടന്റെ കടയിൽ നിന്ന്. മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, പേനകൾക്കും വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നേ, അത് നമ്മുടെ തൃശ്ശൂരിൽ. ഇത്രയും ഭാഗം മഷിയിൽ മുങ്ങി നിൽക്കണം നിപ്പ്. എന്നിട്ട് ഇങ്ങനെ മുറുക്കുമ്പോ മഷി കയറും. ലൂസ് ചെയ്താൽ മഷി പോകും. എൻ്റെ പേര് നാസർ എന്നാണ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 85 വർഷമായി. അന്ന് പേന കിട്ടാത്ത കാലങ്ങളാണ്. ഫാദറായിട്ട് തുടങ്ങിയതാണ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഫാദർ ഇത് പഠിച്ചത് കൽക്കട്ടയിൽ നിന്നാണ്. അവിടുന്ന് വന്ന് ഇവിടെ കേരളത്തിൻ്റെ മധ്യത്തിൽ എല്ലാവർക്കും വന്നു പോകേണ്ട സൗകര്യത്തിനായിട്ട് കിട്ടും. എന്തെങ്കിലും മാറ്റം ചില പൈസ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ പൈസ മേടിക്കില്ല. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എങ്ങനെ ഉപയോഗിക്കേണ്ടത്. അവന്മാര് മഷിപ്പേന വെച്ചാൽ മഷി നിറച്ച് വെക്കരുത്, ഉപയോഗിക്കണില്ലെങ്കിൽ കഴുകി വെക്കണം. ബോൾ പെന്ന അധികം ഉണ്ടെങ്കിൽ മാറി മാറി ഉപയോഗിക്കണം. അപ്പം കട്ട പിടിക്കില്ല. അച്ഛൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പേന ശരിയാക്കിയിട്ടുണ്ട്, കൊച്ചി മഹാരാജാവിൻ്റെ പേന ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ രാജീവ് ഗാന്ധിയുടെ, അബ്ദുൽ കലാമിൻ്റെ, അവരെയൊക്കെ പിന്നെ സാഹിത്യകാരന്മാരെല്ലാവരും വരും. വൈശാഖൻ, സാറാ ജോസഫ്, പിന്നെ നമ്മുടെ പുരുഷൻ കടലുണ്ടി, പിന്നെ ശ്രീരാമൻ, അങ്ങനെ ഒരുവിധം സാഹിത്യകാരന്മാരൊക്കെ വരാറുണ്ട്. കുഞ്ഞുണ്ണി മാഷുള്ളപ്പോൾ ഇത് സന്ദർശനമായിരുന്നു. ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് പേനയില്ല, ടീച്ചർ ഒരു പേന കൊടുത്തു. ആ പേന കൊണ്ട് ആ കുട്ടി ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ പേന കൊണ്ട് അവർക്ക് പല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വരികയാണ്. അപ്പം അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. അങ്ങനെ ഒരു ശരിയായി കിട്ടുമ്പോഴാണ് അവരുടെ മനസ്സിലുള്ള ഈ കഥകൾ പറയുക. ഈ പേന വന്ന വഴി എങ്ങനെയാണ് ഉണ്ടായത്, എൻ്റെ കൂടെ ഇത്ര കൊല്ലം ഉണ്ടായിരുന്നു, ഞാൻ വൈഫിനേലും കൂടുതൽ സ്നേഹിക്കുന്നതാണ് എന്നൊക്കെ ഓരോരുത്തർ കഥ ഇങ്ങോട്ട് പറയും. ചിലവർക്ക് പേന പിടിക്കുമ്പോൾ കൈമ അലർജി ഉണ്ടാവും. അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് അലർജി, അത് സ്കിന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇവർക്ക് അലർജി ഉണ്ടെന്ന് കൺഫേം ചെയ്താൽ അവർക്ക് അതിന് പറ്റിയ സൈസ് പേനകളുണ്ട്. ഒന്നിലെ സ്റ്റീല് അല്ലെങ്കിൽ ലെതർ കവറിങ് ഉള്ള പേന. അപ്പോൾ അവർക്ക് ആ പ്ലാസ്റ്റിക് പിടിച്ചാൽ അലർജി വരും. അപ്പോൾ അവർ പ്ലാസ്റ്റിക്കിൻ്റെ പേനയും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ചിലവർക്ക് കൈവറയുള്ളവർക്ക് കീമോ കൊടുത്തു കഴിഞ്ഞാൽ, ക്യാൻസർ പേഷ്യൻ്റ് കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ കൈ വളരെ ഇതായിരിക്കും കീമോ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻ്റ്. അപ്പോൾ അവർക്ക് പറ്റിയ ഫ്രീ ഫ്ലോ ഉള്ള പേനകളാണ്. പല രാജ്യങ്ങളിലും ഇപ്പോൾ ജർമ്മൻ, ഫ്രാൻസ്, അമേരിക്കൻ, ജപ്പാൻ, കൊറിയൻ, എല്ലാ രാജ്യങ്ങളിലെ പേനയും വരുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കണതാണ്. അപ്പോൾ അവർക്ക് അത് കഴിയുമ്പോൾ എവിടെ നിന്ന് കിട്ടുക എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എവിടെ ചെന്നാലും പറയും തൃശ്ശൂർ പെൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി, ആൾ ശരിയാക്കി തരും. ഇന്ത്യയുടെ ബോർഡറിൽ നിന്നൊരു കേണൽ, ആ കേണലിൽ ഒരു അമ്മ കൊടുത്തതാണ്. അമ്മ മരിച്ചുപോയി. പക്ഷെ ആ പേനയ്ക്കൊരു ഇത് വന്നപ്പോൾ ആള് ഇവിടെ തൃശ്ശൂരുള്ള ഒരാൾക്ക് ലീവ് കൊടുത്തിട്ട് ആ പേനയും കൊണ്ടുവന്നു. അത്രയും ആ പേനോട് ഇതായ കാരണം, അല്ലെങ്കിൽ ലീവ് കൊടുക്കില്ല. തൃശ്ശൂർക്കാരൻ ഒരാളുണ്ടായ കാരണം കൊണ്ട് അയാൾക്ക് ലീവ് കൊടുത്തിട്ട് ആ പേനയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്ന് ശരിയാക്കിയിട്ട് അവസാനം നമ്പർ തന്ന് കേണലായി. ഞാൻ സംസാരിച്ചു, ആളുടെ ഇതങ്ങൾ പറഞ്ഞ് ആൾക്ക് വളരെ സന്തോഷമായി. പൈസ ഒന്നും മേടിച്ചില്ല, ഒന്നും മാറ്റേണ്ടതില്ല. അത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്, അതറിയാണ്ടിട്ട് ഉപയോഗിച്ച് സ്റ്റക്കായതായിരുന്നു. ഓരോരുത്തരും ഓരോ
സൗന്ദര്യവും അതും ഇതൊക്കെ കണ്ടിട്ടുള്ള കൊണ്ടു നടക്കണത്. അപ്പൊ അതേമാതിരി ആ പേന കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ആ പേന മേടിക്കും ആൾക്കാർ. പേന നന്നായാൽ നമ്മൾ മനസ്സിൽ വേർഡ്സുകൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പേന നന്നാവണം, നിൽക്കാണ്ട് എഴുതണം. അപ്പം നമ്മളെ മനസ്സിൽ വേർഡ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചില എഴുത്തുകാരെന്നെ പറഞ്ഞിട്ടുണ്ട്, അത്ഭുതം, അവർക്ക് തന്നെ അത്ഭുതമാണ്. ഇങ്ങനത്തെ ഈ വേർഡ്സ് കഥകളൊക്കെ വന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അത്ഭുതമാണ്. അവരൊരു ആശയം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ഇന്നതാണ് എന്നുള്ളത്. പക്ഷെ ഈ പേന നിൽക്കാണ്ട് എഴുതിയപ്പോൾ ആശയങ്ങളിൽ കൂടെ പല വേർഡ്സുകൾ ഇങ്ങനെ കടന്നു വന്നതോടുകൂടി അവർക്ക് ആ കഥ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. ഇപ്പം എക്സാമിന് പോകുമ്പോൾ പോലും ആ എക്സാമിന് പോണ സമയത്ത് വന്ന് പേന മേടിക്കണത്. മറ്റേത് തലേദിവസം ഒക്കെ ശരിയാക്കി വെക്കണ ടെൻഡൻസി ഇല്ല ഇപ്പൊ കുട്ടികൾക്കായാലും. ആ പോകുമ്പോ പേന മേടിച്ചു പോകും. പിന്നെ നമ്മളെ നിന്നാവുമ്പോ ഒരു വിശ്വാസമുണ്ട്, നിൽക്കാണ്ട് എഴുതും. ഇപ്പൊ നെറ്റിലടിച്ച് പെൻ ഹോസ്പിറ്റലിന് അടിച്ച് യൂട്യൂബ് എടുത്ത് പെൻ ഹോസ്പിറ്റലിന് അടിച്ചാൽ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ കവറേജ് ഇപ്പൊ ഉള്ള കാരണം കൊണ്ട് രക്ഷപ്പെടുന്ന ഓരോരുത്തർ ജീവിച്ചു പോവാ. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ഓരോരുത്തർ വന്ന് നമ്മൾ ശരിയാക്കി കൊടുക്കുമ്പോൾ അതിലെ ഒരു കഥകൾ, പേന വന്ന കഥ, ഓരോരുത്തർ തന്നാണ്, ഗിഫ്റ്റായി തന്നാണ്, എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നാണ്. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ ഇത് ശരിയായി കൊടുക്കുമ്പോൾ ഈ പേനയുടെ കഥ, വന്ന കഥകൾ പറയും.